പരിഹാരമാകാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം. ആശുപത്രിയിലേക്കുള്ള മരുന്നും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും വിതരണം ഏത് സമയത്തും നിലച്ചേക്കും. കഴിഞ്ഞ 10 മാസമായി പണം കുടിശ്ശികയായെന്നും കടക്കെണിയിലാണ് മുന്നോട്ടു പോകുന്നതെന്നും മരുന്ന് വിതരണക്കാർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. പല മെമ്പർമാരും നമ്മളുടെ വല്ലാത്തൊരു ദുരവസ്ഥയിലാണ്. നമുക്കൊന്നത് പുറത്തു പറയാൻ പറ്റില്ല. പല ആളുകളും സൂയിസൈഡ് വക്കിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 10 മാസമായി വിതരണക്കാർക്ക് സർക്കാരിൽ നിന്ന് ഒരു തവണ പോലും പണം കിട്ടിയിട്ടില്ല. വിതരണക്കാർ ഇതേ ആവശ്യം ഉന്നയിച്ച് സമരം ചെയ്യേണ്ടി വന്നത് പല തവണയാണ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ സമരം അവസാനിപ്പിച്ച് മരുന്നും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും വിതരണം ചെയ്തു തുടങ്ങിയെങ്കിലും കുടിശ്ശിക തീർക്കുമെന്നത് സർക്കാരിന്റെ വാഗ്ദാനമായി മാത്രം തുടരുകയാണ്. 1-2 മാസത്തെ പൈസ തന്നു, പിന്നെയുള്ളതൊന്നും തരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ വാങ്ങിക്കുന്നത് ക്യാഷ് ആൻഡ് ക്യാരി പോലെ പെട്ടെന്ന് തരുമെന്ന് പറഞ്ഞു, അതും നമുക്ക് കിട്ടുന്നില്ല. എനിക്ക് കിട്ടാനുള്ള എമൗണ്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കോടികളുണ്ട്. അപ്പം മറ്റുള്ളവരുടെ ഓരോ ആളുകളുടെയും നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിനല്ല, കോടികളല്ല, അതിൻ്റെ അപ്പുറം ഉണ്ടാവും എന്നുള്ളതാണ് ശരി. ഈ സംവിധാനമാണ് മാറേണ്ടത്, ഒരു സർക്കാരിനെ അല്ല നമ്മൾ കുറ്റം പറയേണ്ടത്. സ്റ്റെന്റ് ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിക്കാനുള്ളത് 35 കോടിയോളം രൂപയാണ്. കഴിഞ്ഞ 2 മാസത്തെ പണം സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ടെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. മരുന്നിന്റെയും ഉപകരണങ്ങളുടെയും വിതരണം നിർത്തിയാൽ ദുരിതത്തിലാകുന്നത് രോഗികളാണ്. ഡയാലിസിന് വേണ്ടിയിട്ടുള്ള മരുന്നാണ് ഇവിടെ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 2-3 എഴുതി കഴിഞ്ഞാൽ 1-2 കിട്ടും, ബാക്കിയെല്ലാം പുറത്താണ്. പിന്നെ അത് മാത്രമല്ല, ഇതാ ഇപ്പം തന്നെ 3 എഴുതിയാൽ പൗഡർ പോലും ഇവിടെയില്ല, എല്ലാം പുറത്തുനിന്ന് മേടിക്കുന്നതാണ്. പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ സമീപിച്ചാലും പ്രതികരണമില്ലെന്നതാണ് വിതരണക്കാരുടെ പ്രധാന പരാതി. കടബാധ്യതകൾ ഉയരുന്ന സാഹചര്യത്തിൽ വിതരണം നിർത്തുകയല്ലാതെ മറ്റ് മാർഗമില്ലെന്നാണ് വിതരണ കമ്പനികൾ പറയുന്നത്. മീഡിയ 1 കോഴിക്കോട്.